ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് ഒന്ന് നമുക്ക് കിട്ടണം, അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടണം. അവിടത്തേക്ക് സ്നേഹിച്ചിട്ടുള്ള ഈ ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാന്മാർ ഒരുപാടുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിലും ഒരു ആലിമീങ്ങളും ഒരു വലിയും നിഷേധിക്കാത്ത രീതിയിൽ എല്ലാം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞ മഹാന്മാരാണ് അസ്ഹാബുൽ ബദരീങ്ങൾ എന്നുള്ളത്. ആ മഹാന്മാർ ഈ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് അഭ്യാസത്തിന്റെ മുറകളെ ശത്രുക്കളുടെ മുന്നിൽ ആഞ്ഞടിച്ചുകൊണ്ട് കാണിച്ചത് കൊണ്ടല്ല, മറിച്ച് അവർ ഈ സ്ഥാനത്തേക്ക് എത്തിയത് മഹബ്ബത്തു റസൂലില്ലാ, ഇത്തിബാഉ റസൂലില്ലാ, മുറാഫഖത്തു റസൂലില്ലാ, വസുഹബത്തു റസൂലില്ലാ. ഇതായിരുന്നു അവരെ ഈ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ബദ്ർ യുദ്ധത്തിൽ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ധീരന്മാരുണ്ടാകുമ്പോൾ, സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ എല്ലാത്തിനും പറ്റിയ 18 അടവിനെയും ഒരേ നിമിഷത്തിലല്ല ഒരേ ചുമടിൽ എടുക്കാൻ മാത്രം കഴിവുള്ള അഭ്യസ്തരായ മഹാന്മാരുണ്ടായിട്ട് പോലും ബദരീങ്ങളെ പേര് നിങ്ങൾ എഴുതുമ്പോൾ വദക്കറ ശൈഖു ദാറാനിയു അബി ദവാനിയു അന്നഹു സമിഅ മശായിഖുൽ ഹദീസ് അന്ന ദുആ മുസ്തജാബ് عند ذكر اسماء اهل بدر وقال مجرب وقال غيره كثيرا من الاولياء لم تحصل لهم الولايه الا بقراءه اسمائهم والتوسل بهم فنسال الله بنبينا وسيدنا وحبيبنا محمد صلى الله عليه وسلم وبساداتنا ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب. ഈ 4 പേര് എണ്ണിയിട്ടല്ലാതെ മറ്റൊരാളുടെ പേരും പിന്നീട് എണ്ണാൻ പോകുന്നില്ല. കാരണം എന്തേ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഇത്രയും മുന്നിൽ എഴുതാൻ കാരണം മറ്റൊന്നുമല്ല, അല്ലാഹു തആല ഈ ഉമ്മത്തീങ്ങൾക്ക് കൊടുത്ത മുഴുവൻ ഹൃദയങ്ങളെയും ഒരുമിച്ച് കൂടി ആ ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ശറഹു സദറിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയാലും സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത ശറഹു സദറിന്റെ ഒരു ഭാഗത്തേക്ക് വെക്കാൻ പറ്റിയ ഒരൊറ്റൊരു ഉമ്മത്തുമില്ല, ഒരു സഹാബിയുമില്ല, ഒരു വലിയുമില്ല, ഒരു മഹാനും ഇല്ല. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിൽ ഒന്നാമനാണ്, എല്ലാത്തിലും ഒന്നാമനാണ് ഈ ഉമ്മത്തിൽ വെച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ആ മഹബത്ത് കൊണ്ടാണ്. ബദരീങ്ങളുടെ സ്ഥാനം തന്നെ ഇത്ര വലിയ സ്ഥാനത്തേക്ക് ഉയരാനുള്ള കാരണം എന്താണ്? ഈ മഹബത്ത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ബദരീങ്ങളെ പിടിച്ച ഒരാൾ, ബദരീങ്ങളെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾ, അസ്മാഉൽ ബദറുമായി ജീവിക്കുന്ന ഒരാൾ, ബദരീങ്ങളുടെ മൗലിദ് കഴിച്ചുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങിക്കൊണ്ട് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾ, ആ മനുഷ്യനിക്ക് ഹമ്മ് കുടുങ്ങൂല, ഗമ്മ് കുടുങ്ങൂല. നശിക്കുന്ന രീതിയിൽ എല്ലാ ഹമ്മും എല്ലാ ഗമ്മും അത് തഫ്രീജിലൂടെയല്ലാതെ, അത് മുഴുവനും കശ്ഫായിട്ടല്ലാതെ ഈ ഭൂമിയിൽ അല്ലാഹു തആല അത് വെക്കുകയില്ല. കാരണം എന്താണ്? അത് ബദരീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയൊരു തൗഫീഖാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ, നമുക്കറിയാം, അല്ലാഹുവിലേക്ക് ഒരാൾക്ക് ഡയറക്റ്റായി എത്താൻ ഒരു വകുപ്പുമില്ല. അല്ലാഹുവിലേക്ക് ഒരാൾക്ക് ഡയറക്റ്റായി എത്താൻ ഒരു വകുപ്പുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ കോടിക്കണക്കിന് തവണ ചൊല്ലുകയും അത് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്താൽ ഈമാനിന്റെ സർട്ടിഫിക്കറ്റ് ഈ ഭൂമിയിൽ അല്ലാഹു തആല ഇസ്ലാമികമായി കൊടുക്കുന്നില്ല, ഒരാൾക്ക് ലഭിക്കുന്നില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചു, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ കോടിക്കണക്കിന് ചൊല്ലി, എന്നാൽ അവൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുകയില്ല. ഇല്ലാ ബി മുഹമ്മദിർ റസൂലില്ലാഹ്. അല്ലാഹുവിനെ മാത്രം ഒരാൾ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ മാത്രമാണ് എല്ലാത്തിനും എന്നത് ഹക്ക് തന്നെയാണ് 100%. എന്നാൽ ആ ഹക്കും യഖീനും എത്തണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ഹൽക്കിനെ വെച്ച് കൊടുക്കണമെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി തങ്ങളില്ലാതെ അല്ലാഹു ഇല്ല. എല്ലാ മുത്തുനബി തങ്ങൾ അഖ്വാലുകളില്ലാതെ അല്ലാഹു തആല ഇല്ല. മാത്രമല്ല മുത്തുനബി തങ്ങൾ അഫ്ആലുകൾ അംഗീകരിക്കാതെ അല്ലാഹു തആല ഇല്ല. അഖ്വാലുകളും അഫ്ആലുകളും മുഴുവനും അല്ലാഹുവിലേക്ക് എത്തുന്ന വസീലയാണ്. അതിൽ ഒന്നിനെ നിഷേധിച്ചാൽ അല്ലാഹു തആല അവനെ എടുത്തങ്ങ് പുറത്താക്കും.
ഇബ്ലീസ് അല്ലാഹു തആലയായിട്ട് ഫൈറ്റിങ്ങിന് കൂടുതലൊന്നും നിന്നിട്ടില്ല. അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്, അല്ലാഹു പടച്ച പടപ്പുകൾ അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ അഖ്വാലുകളിൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കലാമുകളിൽ അല്ലാഹുവിന്റെ കൽപ്പനകളിൽ ഒന്ന് മാത്രം, ആകെ ഒന്ന് മാത്രം, നല്ല ന്യായത്തോടു കൂടി ഒന്ന് തിരിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ നെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ആ എറിഞ്ഞത് തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ബദരീങ്ങളുടെ രീതിയും കിടക്കുന്നത് അങ്ങനെയാണ്. ബദരീങ്ങളെ തൊട്ടൊരാൾ കളിച്ചാൽ, ബദരീങ്ങളെ ഒരാൾ നിസാരപ്പെടുത്തിയാൽ അവന്റെ ഈമാൻ തന്നെ ഊരി അങ്ങ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറബിക്കടലിലേക്ക് അങ്ങ് വലിച്ചെറിയുമെന്നല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള നഷ്ടം സംഭവിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് കേരളക്കരയിൽ ഒരു വഹാബി വിലായത്തിലേക്ക് എത്താത്തത്. കണ്ടില്ല നിങ്ങൾ? وذكر الشيخ الداراني رحمه الله أنه سمع مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر. അസ്മാഉൽ ബദർ പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് എവിടെ ദുആ ചെയ്തോ ഉത്തരം കിട്ടും. അത് ബിൽഡിംഗും പൊന്തും, ദറസും പൊന്തും, ഈമാനും പൊന്തും, ഹിദായത്തും പൊന്തും, ജീവിതവും പൊന്തും, എല്ലാം ഉയർച്ചയിലേക്കെത്തും. ഒരു സംശയവുമില്ല, എല്ലാം ഉയർച്ചയിലേക്കെത്തും. അല്ലാഹുവിനെ തവക്കുലാകുന്ന ഒരു രൂപത്തിലേക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാഹു തആല വളർത്തും. എന്നാൽ പറയുന്നു വഖാല മുജറബ് വഖാല ഗൈറുഹു, എല്ലാ മഹാന്മാരും എല്ലാ തജ്രിബത്തിന്റെ അഹ്ലുകാരും പറയുന്നതാ വഖാല മുജറബിനു വഖാല ഗൈറുഹു ഇന്ന കസീറൻ മിനൽ ഔലിയാ, ഔലിയാക്കന്മാരിൽ നിന്ന് 99% അവിടെ കസീർ പറയാൻ കാരണം കാണാം, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. 99% ലം തഹ്സുൽ ലഹുൽ വിലായ, അല്ലാഹു കൊടുക്കുന്ന ഒരു ബിരുദമുണ്ട്, വിലായത്ത് എന്ന് പറയുന്ന ബിരുദം. എല്ലാം നമ്മൾ കൊടുക്കുന്ന ബിരുദമാണ്. സഖാഫി മറ്റെല്ലാ ബിരുദം നോക്കിയാലും നമ്മളാണ് അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. എന്നാൽ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ബിരുദമുണ്ട്, ആ ബിരുദമാണ് വിലായത്തുല്ലാഹ്. അത് മറ്റൊരാൾ കൊടുക്കുന്ന ബിരുദമല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു നാടന് ഒരാൾ അല്ലാഹുമായി അടുത്താൽ, ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടെടുത്താൽ ഒരു നാടനിക്ക് വിലായത്തിലേക്ക് എത്താം, ഒരു ഉസ്താദിനിക്കെത്താം, ഒരു ആലിമിനിക്കെത്താം, ഒരു സയ്യിദിനിക്കെത്താം, എല്ലാവർക്കും എത്താം. ആ ബിരുദത്തിലേക്ക് എത്താൻ പ്രത്യേകമായ ഒന്നും വേണ്ട, മഹബ്ബത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനെ ഊന്നിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ ഇബാദത്തിന്റെ രംഗത്ത് സജീവമാവുകയാണ് വേണ്ടത്. എന്നാൽ അവനിക്ക് ഈ സ്ഥാനത്തേക്ക് എത്താം. എന്നാൽ എത്തിയത് മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ അധികം ആളുകളും എത്തിയിട്ടില്ല. അത് ഈ ഉമ്മത്തിന് അല്ലാഹു വെച്ച ഒരു അടിസ്ഥാന ഘടനം പോലെയാണോ ആലിമീങ്ങൾ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചത്? അസ്മാഉൽ ബദർ ചെല്ലാതെ, ബദരീങ്ങളെ തവസ്സുൽ ചെയ്യാതെ, ബദരീങ്ങളെ സ്നേഹിക്കാതെ ഒരു മനുഷ്യന് വിലായത്ത് കിട്ടിയതായി ചരിത്ര ലോകത്ത് അറിയപ്പെട്ടതായി നമുക്ക് കാണുകയില്ല. പിന്നെ കസീർ പറയാൻ കാരണം നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കനോ വാദം കൊടുത്തവർ എന്നൂടെ ഏകൽ ഓ ദേവൻ തന്റെകൾ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും അതെന്നവർ. സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു അല്ലദീ തങ്ങളുടെ മാലയിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ജീവിച്ച് വലിയ വിലായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വലിയൊരു ദർജയാണ് അവരുടെ നാവ് കൊണ്ടൊന്ന് പ്രഖ്യാപിച്ചാൽ മതി. ആ പ്രഖ്യാപനം മതി. കാരണം ബദരീങ്ങളെ പിടിച്ച ഒരാളുടെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് അല്ലാഹു തആല ഉയർന്ന സ്ഥാനം കൊടുക്കും, ഉയർന്ന സ്ഥാനം കൊടുക്കും. അതാണ് കസീർ. ഡയറക്ഷൻ ബദരീങ്ങളെ പിടിച്ചിട്ടാണ് കിട്ടല്. എല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ബദരീങ്ങളെ പിടിച്ചവരിലൂടെ അല്ലാതെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഔലിയാക്കന്മാരുടെ ചരിത്രം മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ, ബദരീങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ അല്ലാഹു തആലയിൽ നിന്നുള്ള ബിരുദമാകുന്ന വിലായത്തുല്ലാഹ് അല്ലാഹു തആല വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയുല്ലാഹി സലഫി എന്ന് നിങ്ങൾ എവിടെയും കേൾക്കൂല.
ചരിത്ര ലോകത്ത് എവിടെ നോക്കിയാലും വലിയുല്ലാഹി സുല്ലമി എന്നറിയപ്പെട്ട ഒരാൾ നിങ്ങളെ കാണൂല. എത്തിരി ഔലിയാക്കന്മാരെ കറാമത്ത് കേരള ചരിത്രത്തിലുണ്ട്. ഈ കേരളത്തിന്റെ തുടക്കം മുതലുണ്ട്. 1924 ശേഷം എത്ര ഔലിയാക്കന്മാർ കേരളത്തിൽ പ്രസിദ്ധമായി കൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വലിയുല്ലാഹി എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു സുല്ലമിയെ, ഒരു വഹാബിയെ, ഒരു നേതാവിനെ കാണൂല. കാരണം അവർക്ക് ബദിരീങ്ങളില്ല. അവർക്ക് മുഴുവനും ബൗണ്ടറിയെ വെച്ചുകൊണ്ടുള്ള ഈമാനാണ്. അതുകൊണ്ട് തന്നെ ഈമാനിന്റെ വളർച്ച അവർക്ക് ലഭിക്കുന്നില്ല. നമുക്ക് സ്നേഹത്തിന് ബൗണ്ടറിയില്ല. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നിനക്ക് എത്രയാ ചേർക്കാൻ പറ്റുന്നത്? നീ ചേർത്തോ എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധിയും ഹബീബായ തങ്ങളുടെ മധുഹിന്റെയും അടിസ്ഥാനം നോക്കിയാൽ നിന്റെ ബുദ്ധി ആ മധുഹിന്റെ കോടിക്കണക്കിന് ദർജ താഴെയാണ്. അതുകൊണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് എത്ര മധു പറഞ്ഞാലും ഹബീബായ തങ്ങളുടെ കോടിക്കണക്കിന് മധുഹിന്റെ ഒരു അംശം പോലും നിനക്ക് പറയാൻ കഴിയൂല. കാരണം അവിടുത്തെ മധുഹിന്റെ ആ ഒരു ദറജയുടെ അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തസ്തികയിലേക്ക് വളരാൻ പറ്റിയ ഒരു മദ്ഹിന്റെ നാവിനെയും ഒരു മദ്ഹിന്റെ ബുദ്ധിയെയും ഒരു മദ്ഹിന്റെ ബ്രെയിനിനെയും അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് ഹബീബായ തങ്ങളെ മദ്ഹ് പറയുമ്പോൾ അത് എങ്ങനെയാ കൂടുക? എങ്ങനെ കൂടാനാ? കൂടില്ല, ഒരിക്കലും കൂടാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, ഏത് വിഷയത്തിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിക്കാതെ ഒരു സ്ഥലവുമില്ല. സ്വർഗത്തിന്റെ ഉദ്ഘാടനമാരാ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഅ്ശറയിൽ നിന്നും കഠിനമായ പ്രയാസത്തിൽ അനുഭവിക്കുന്ന സമയത്ത്, സൂര്യൻ തൊട്ട് മുകളിൽ ഉണ്ടാകുന്ന സമയത്തും ഹബീബായ തങ്ങളുടെ ഭാഗത്തേക്ക് സൂര്യന്റെ ചൂടില്ലാത്ത രീതിയിൽ വലിയ ആധുനിക സജ്ജീകരണമാണോ, ആത്മീയ സജ്ജീകരണമാണോ, ഇലാഹിയായ സജ്ജീകരണമാണോ അറിയില്ല. ആ ഒരു അർശിന്റെ തണൽ അവിടെ ലഭിക്കുമ്പോൾ കാരണം അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി തങ്ങളെ കൊടിക്കീലിന്റെ കീഴില് അവിടെ എവിടെയും ഒരു സൂര്യന്റെ ചൂട് തട്ടാനില്ല. അതേ, അവിടെയും നൽകുന്ന വെള്ളം ഒരിക്കലും ദാഹിക്കാത്ത ഹൗദുൽ കൗസർ എന്ന വെള്ളം കുടിക്കുന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഷേധിക്കുന്നവരാരുണ്ടോ, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറയാതെ ഒരു ഇബ്ലീസിനെ പോലും നരകത്തിലേക്ക് കടത്തുകയില്ലെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. ഇവിടുന്ന് മുത്തുനബി തങ്ങളെ മദ്ഹ് പറയാത്തവൻ വരെ ആഖിറത്തിൽ വെച്ച് മുത്തുനബി തങ്ങളെ മദ്ഹ് പറയുന്ന മഖാമിലേക്ക് നിങ്ങളെ ഞാൻ ഉയർത്തുമെന്ന് അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഖസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക سلطانا نصيرا قال الله عز وجل. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു വെച്ച സ്ഥാനം കണ്ടില്ല നിങ്ങൾ? മഅ്ശറയിൽ നിന്ന് സൂര്യന്റെ ചുവട്ടില് ആ വേർപ്പിൽ മുങ്ങിയിട്ട് കഴുത്ത് വരെയും നെഞ്ഞുവരെയും ഊരവരെയും മുട്ടുവരെയും വേർപ്പിൽ മുങ്ങിയിട്ട് കഷ്ടപ്പെടുന്നവരും അവർക്ക് വരെ ഹബീബായ തങ്ങളെ മദ്ഹ് പറയേണ്ടി വരും. ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇബ്ലീസ് വരെ പറയണം. കാരണം എന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുൽ ഉദ്മാ എന്ന വലിയൊരു ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് ലഭിക്കാതെ ഒരു ഇബ്ലീസിനും നരകത്ത് കടക്കാൻ കഴിയൂല, ഒരു അബൂജഹലും അവിടുന്ന് നീങ്ങൂല. ഇവിടുന്ന് പടച്ചോനെ എങ്ങനെങ്കിലും ഒന്ന് നീങ്ങി കിട്ടിയാൽ മതി. നരകത്തിലാണെങ്കിൽ നരകത്തിൽ, ഇനിയല്ല വേറെ സ്ഥലത്താണെങ്കിൽ സ്ഥലം. അത്രയും കടുപ്പമാണ് ഈ സ്ഥലം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈയത്തിനാലുള്ള ഭൂമി, നിലം, ഈയം, നേരെ മുകളിൽ സൂര്യൻ, അതിൻ്റെ ഇടയിൽ മനുഷ്യനെ നിർത്തുകയാണ്. ഈ ചൂട് കൊണ്ട്, ഈയത്തിന്റെ ചൂട്, വേർപ്പ് വന്ന് 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 പുഴ പോലെ നിൽക്കുന്ന ഒരു സമയം. അതിന്റെ അദാബിന്റെ കടുപ്പം ചില്ലറയല്ല. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലും സുജൂദ് ചെയ്യുന്നത്. ആ സമയത്ത് സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല യാ മുഹമ്മദ്
ദുനിയാവിൽ സുജൂദ് ചെയ്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കുന്ന കോടിക്കണക്കിന് മുഅ്മിനീങ്ങളെ വാർത്തെടുത്തു ലക്ഷക്കണക്കിന് വരുന്ന മുറബ്ബീങ്ങളായ മശായിഖന്മാരെ കാണും വെല്ലുന്ന സഹാബി വര്യന്മാർ സഹാബി കന്നുജൂമു ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും ആരെ പിടിച്ചാലും രക്ഷപ്പെടാൻ മാത്രം കഴിവുള്ള 1,00,000 ചില്ലാനം വരുന്ന സഹാബത്തീങ്ങളെ വാർത്തെടുത്ത് അവരിലൂടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് 10,000-കണക്കിനും വ്യത്യസ്തമായ രീതിയിലുള്ള വലിയ വലിയ മഹാന്മാരെ വാർത്തെടുത്ത ഓ മുഹമ്മദ് നബിയേ അങ്ങ് ഇവിടുന്ന് സുജൂദ് ചെയ്യല്ല ഇവിടുന്ന് നിങ്ങൾ സുജൂദ് തലയൊന്ന് ഉയർത്തി എന്ത് വേണമെങ്കിലും ചോദിച്ചോ നൽകപ്പെടാലോ ശഫാഅത്താണോ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് നൽകിക്കോളൂ അവിടുന്ന് മുത്തുനബി തങ്ങൾ ഉമ്മത്തിനെ മാത്രമല്ല ശഫാഅത്ത് ചെയ്യുന്നത് അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയുമാണ് ഈ തഫ്സീറിൽ കാണാം എന്ന തഫ്സീറിൽ കാണാം എല്ലാവരും ഹബീബായ തങ്ങളെ മദ്ഹ് അവിടുന്ന് പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുകയാണ് ഇവിടുന്ന് പറയാത്തവനും അവിടുന്ന് പറയൽ നിർബന്ധമാ ആ പറയുന്ന രീതിയിലേക്ക് മഅശറയുടെ ഗതികളെ മുഴുവനും മാറ്റുന്ന രീതിയിലുള്ള ശഫാഅത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ഇല്ലെങ്കിൽ മഅശറയിൽ അങ്ങോട്ട് കടക്കൂല സ്വർഗ്ഗത്തിന്റെ ആനന്ദം എങ്ങനെയാണ് കൂർലിങ്ങൾ ഉള്ളത് കൊണ്ടാണോ സ്വർഗ്ഗത്തിന്റെ ആനന്ദം അല്ല പഴവർഗ്ഗങ്ങൾ ഉള്ളത് കൊണ്ടാണോ സ്വർഗ്ഗത്തിന്റെ ആനന്ദം ഇല്ല ഒരു മഹാന്മാരും അവിടുത്തെ പഴങ്ങളെയും അവിടുത്തെ കൂർലിങ്ങളെയും അവിടുത്തെ മറ്റുള്ള ഭക്ഷണങ്ങളെയും വലിയ വലിയ സംഭവമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആനന്ദം എവിടെ കിടക്കുന്നു മുറാഫഖത്തു റസൂലില്ലാഹ് ഹബീബായ തങ്ങളുമായുള്ള മുറാഫഖത്താണ് കാരണം എൻ്റെ മുത്തുനബി തങ്ങളുമായുള്ള മുറാഫഖത്തില്ലേ അവനിക്ക് ലിഖാഉള്ള കിട്ടൂല ലിഖാഉള്ള ലഭിക്കുന്നവർക്ക് മുറാഫഖത്ത് കിട്ടണം ഇത് രണ്ടും ലഭിക്കുന്ന ഒരു സ്ഥലം ആഖിറത്തിലുണ്ടോ അത് സ്വർഗ്ഗമാ അതുകൊണ്ടാ അസ്അലുക യാ റബ്ബനാ അൽ ജന്ന സ്വർഗം ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് അവിടെ അല്ലാഹുവിന്റെ ഹബീബുണ്ട് എൻ്റെ ഹബീബിന്റെ അടുത്ത് ചെന്നാലുള്ള ഗുണം അസദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഏറ്റവും കടുപ്പമുള്ള സ്നേഹം അല്ലാഹു ആകുന്ന നിന്നെയാണ് ആ സ്നേഹത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു ഞങ്ങൾ എത്തുമ്പോ ആഖിറത്തിൽ അത് കിട്ടുന്നൊരു മേഖല അത് സ്വർഗത്തിലല്ലാതെ ഇല്ല ഹബീബായ തങ്ങളുള്ള മേഖല സ്വർഗമാണ് സിദ്ദീഖുൽ അക്ബർ വസിക്കുന്ന സ്വർഗമാണ് അതേ അവിടുന്ന് അല്ലാതെ റബ്ബിനെ കാണാനും കഴിയില്ല അതുകൊണ്ട് സ്വർഗം തരണേ അല്ലാഹ് എവിടെയും ഏത് മേഖലയിലും നമ്മൾക്ക് തേടാൻ കഴിയണമോ അവിടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധിച്ചത് എന്തെങ്കിലും ഒന്ന് വേണം അതില്ലാതെ കഴിയൂല നിങ്ങൾ നോക്ക് ഏത് പ്രയാസഘട്ടത്തിലും ഹബീബായ തങ്ങളെ ഒന്ന് മനസ്സിൽ കരുതിയോ എല്ലാം തങ്ങളെ മനസ്സിൽ കരുതി ജീവിക്കുന്ന ഒരു മനുഷ്യനിക്ക് ഏത് പ്രയാസഘട്ടമുണ്ടോ ഹബീബായ തങ്ങൾ അറിയും നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാതിരിക്കൂല റബ്ബേ ഞങ്ങൾ ഈ മജ്ലിസും അങ്ങ് മദീനയിൽ ഒന്ന് കാണിപ്പിക്കണേ അല്ലാഹ് നീ ഖുർആനിലൂടെ ഞങ്ങൾ അസന്നിഗ്ധമായി പഠിപ്പിച്ചതാണ് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ എൻ്റെ വഫാത്തിന് ശേഷവും നിങ്ങൾക്ക് ഖൈറുണ്ട് എന്നിലൂടെ ഖൈർ ഖിയാമത്ത് നാൾ വരെ വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അമലുകൾ എൻ്റെ റൗള ശരീഫിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട് മദീനയിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്ന് ചെയ്യുന്ന അമാലുകളും എൻ്റെ ഉമ്മത്തിൻ്റെത് ഞാൻ കാണുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഞങ്ങൾ ഈ സദസ്സ് ഒന്ന് മദീനയിൽ ഒന്ന് കാണിപ്പിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെയും അവിടുത്തെ മഹബ്ബത്തിൽ ഒന്ന് ചേർത്തണേ അല്ലാഹ് നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ മഹദി അവർകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിയുടെ മകന്റെ മകളാണല്ലോ 5-മത്തോ 6-മത്തോ ആണല്ലോ അത് റാബിയത്തുൽ അദവിയ്യ മഹദി അവർകളെ അവിടുത്തെ ഉമ്മ പ്രസവിക്കുന്ന രംഗം കിതാബിൽ പറയുന്നുണ്ട് ചോനെ ഭക്ഷണമില്ല ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്
ആ സമയത്താണ് പ്രസവിക്കുന്നത്. പ്രസവിച്ചപ്പോൾ റാബിയത്തുൽ അദവിയ, ആ റാബിയ എന്ന മോള്, എന്തുകൊണ്ടാ പേര് വന്നത് കിതാബ് പറയുന്നതാണ്. അതിന്റെ മുമ്പ് 3 പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. 3 പെൺകുട്ടികളാ. അവരുടെ ഉമ്മാക്ക് 3 പ്രസവിച്ചത് 3 പെണ്ണാ. അങ്ങനെ 4ാമത്തെ പ്രസവിച്ചപ്പോൾ അതും പെണ്ണായപ്പോൾ അങ്ങനെ റാബിയ എന്ന് പേരിട്ടാണ്. 4ാമത്തെ എന്നുള്ള റാബിയ എന്നുള്ള പേര് അങ്ങനെ വന്നതാണ് എന്ന് കിതാബിൽ കാണാം. അങ്ങനെയാണ് 4ാമത്തതും പെണ്ണായപ്പോൾ റാബിയ എന്നങ്ങ് പേരിട്ടു. 4ാമത്തതും പെണ്ണാണല്ലോ. ആ സമയത്ത് പ്രസവിച്ചന്ന് രാത്രി ഒന്നുമില്ല, ഭക്ഷണത്തിനൊന്നുമില്ല, പ്രയാസപ്പെടാണ്. അപ്പൊ രാത്രി ഒന്ന് കുഞ്ഞനെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാൻ പോലും കഴിയാതെ, വിളക്ക് കത്തിക്കാൻ ജൈത്തെണ്ണ പോലും, ഒരെണ്ണ പോലും ഇല്ല. ആ സമയത്ത് ഉമ്മ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങൾ അടുത്ത വീട്ടിൽ ചെന്നൊരു കുറച്ച് ജൈത്തെണ്ണ കിട്ടുമോ എന്ന് നോക്കണം. നിങ്ങൾ ആരെയാ പ്രസവിച്ചത്? വലിയ മഹദി അവരുകളെയാ. പക്ഷേ ജൈത്തെണ്ണ കിട്ടുമോ എന്ന് അടുത്ത്. ഉപ്പയാണെങ്കിലോ, പഠിച്ചോനെ ഞാൻ ഭൂമിയിൽ ഒരാളോട് ഒന്നും ചോദിക്കൂല എന്ന് സത്യം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയ മഹാനാണ്, വിലായത്തിന്റെ വലിയ സ്ഥാനത്തെത്തിയ ആളാണ്. ഇവിടുത്തെ വാപ്പ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖാണ്, ആശിഖുർ റസൂലാണ്. ആ മഹാനവറുകളോടാണ് ഉമ്മ പറയുന്നത്, കുറച്ച് എണ്ണ കിട്ടുമെന്ന് നിങ്ങൾ ചോദിക്കും. ഉമ്മയുടെ വാക്ക് ഇങ്ങനെ തട്ടും. ഭാര്യയല്ലേ പറയുന്നത്. അടുത്ത വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കൂല എന്ന് തീരുമാനിച്ച ആളല്ലേ. ആ വീട്ടിന്റെ ആ വാതിൽമേൽ കയ്യങ്ങ് വെച്ചിട്ടേ ഉള്ളൂ, മുട്ടിയിട്ടില്ല. കുറച്ചു നേരം ചിന്തിച്ചു, റബ്ബേ ഞാൻ ഒരാളോട് ചോദിക്കാതെ ജീവിക്കുന്ന ആളാണല്ലോ, ഞാനിവിടെ വന്നിട്ട് ഇത് ചോദിച്ചാൽ എൻ്റെ ആ ഒരു തീരുമാനം പൊട്ടിപ്പോകുമല്ലോ. കുറച്ചു നേരം കൈയവിടെ വെച്ചു. പക്ഷേ വിളിക്കാതെ തിരിച്ചു വന്നു. ബീവിയോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, അവർ കതക് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ജൈത്തെണ്ണ കിട്ടിയില്ല. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് അവിടെ എങ്ങനെ തല താഴ്ത്തി അങ്ങിരുന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു. ഹബീബായ തങ്ങൾ പറയുന്നില്ല, തഖ്തം മോനെ പ്രയാസപ്പെടല്ല, ഹമ്മുവല്ല. ഈ കുട്ടിയുടെ പേരിൽ ഹമ്മു വേണ്ട, ഈ കുട്ടിയുടെ പേരിൽ ഹമ്മു വേണ്ട. സയകൂനു ഫീ ഉമ്മത്തി 70,000. എന്റെ ഉമ്മത്തിൽ ശേഷം 70,000-ഓളം ആളുകൾ വരാനുണ്ട്. തഹ്തഹാ, ആരുടെ കീഴിൽ? ഈ പെണ്ണിന്റെ കീഴിലായിട്ട് 70,000 ആളുകൾ വരാനിരിക്കുന്നുണ്ട്. അത്രയും വലിയ പവറുള്ള മോളാ. ഇത്രയും വലിയ പവറുള്ള മകൾ ജനിക്കുന്ന സമയത്ത് പോലും പ്രയാസത്തിന്റെ ഇതാണ്. പക്ഷെ ആ പ്രയാസം വല്ലാതെ വിഷമിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. സ്വപ്നത്തിൽ വന്ന് പറയുന്നു, പ്രയാസപ്പെടണ്ട, നാളെ രാവിലെ തന്നെ ഹാക്കിമിന്റെ അടുത്ത് പോകണം. അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഹാക്കിമിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് പറയണം, എന്റെ പേരിൽ ദിവസവും 100 സ്വലാത്ത് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ചെല്ലാറുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവ് 400 സ്വലാത്തും സാധാരണ ചെല്ലാറുണ്ട്. ഈ വെള്ളിയാഴ്ച രാവിൽ അദ്ദേഹം സ്വലാത്ത് ചെല്ലാൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വലാത്ത് ചെല്ലാത്തതിന്റെ പേരിൽ 400 ദിനാർ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചെന്ന് പറയൂ. പഠിച്ചോനെ ഇതെങ്ങനെ പറയും? എന്നാൽ എഴുതി കൊടുക്കൂ. കിതാബിൽ കാണാം, പിറ്റേ ദിവസം റാബിയത്തുൽ അദവിയയുടെ മഹദിയായ അവരുടെ വാപ്പ അതാ ഒരു കടലാസിൽ ഈ വിവരം എഴുതുന്നു. ഞാൻ ഇന്നലെ രാത്രി മുത്തുനബി തങ്ങളെ കണ്ടു. മുത്തുനബി തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി 400 സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ചെല്ലുന്നത് നിങ്ങൾ ചൊല്ലിയിട്ടില്ല. ആ ചൊല്ലാത്തതിന്റെ പേരിൽ 400 ദിനാർ നിങ്ങൾ ഫൈൻ അടക്കണം, കഫാറത്ത് കൊടുക്കണം. ഈ ലെറ്റർ എഴുതിയിട്ടതാ ചെല്ലുന്നു. ആ ഹാക്കിമിന്റെ വീടിന്റെ അടുത്ത് ചെന്നപ്പോ പാറാവുകാരാണ്, ഹാക്കിമിനെ കാണാൻ കഴിയൂല. പാറാവുകാരെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങൾ ഹാക്കിമിന് കൊടുക്കണം, അബ്ദുൽ അസീദിന് നിങ്ങൾ കൊടുക്കണം എന്നും പറഞ്ഞ് ഉറങ്ങിപ്പോന്നു. അബ്ദുൽ അസീദിന്റെ കയ്യിൽ അതും കിട്ടിയപ്പോൾ അല്ലാ, വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നലെ ഞാൻ ചെല്ലാൻ മറന്നിട്ടുണ്ട്. ഞാൻ ചെല്ലാൻ മറന്ന വിവരം മുത്തുനബി തങ്ങൾ അറിഞ്ഞു അല്ലേ? അതെ, ഇന്നൊരാൾക്ക് 400 ദിനാർ കഫാറത്ത് കൊടുക്കാൻ പറഞ്ഞു അല്ലേ?
നേരെ ഹാക്കിമാകുന്ന അബ്ദുൽ അസീസ് ഇറങ്ങി വരുന്നു. ഈ പറയുന്ന റബിയത്തുൽ അദവിയുടെ പിതാവിന്റെ അടുക്കലേക്ക് നേരിട്ട് വരുന്നു. 400 ദിനാർ കൊടുക്കുകയും അതിന് പുറമെ ഹബീബായ തങ്ങൾ എന്നെ പരിഗണിച്ചല്ലോ, എന്റെ സ്വലാത്ത് ദിവസവും ചെല്ലുന്നത് മുത്തുനബി തങ്ങൾക്ക് എത്തുന്നുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടിയല്ലോ. അതിന്റെ സന്തോഷത്തിന്റെ പേരിൽ 2000 ദിനാർ, ദിനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്, ദിർഹമല്ല. 2000 ദിനാർ വേറെയും അതാ മുഅ്മിനീങ്ങൾക്ക് ശുക്രൻ എന്നുള്ള രീതിയിൽ സ്വതക്ക ചെയ്യുന്നു. ഹബീബായ തങ്ങളെ പേരിലുള്ള സ്വതക്കയും തങ്ങളെ പരിഗണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനവും ഏത് കാലത്തും നിലനിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിനായി ജീവിക്കുന്ന ഒരാളുണ്ടോ? ലാ ശക്ക വലാ റൈബ്. ആ മനുഷ്യന് പിന്നെ പേടിക്കണ്ട. കണ്ടില്ലേ നിങ്ങൾ അബൂ മഹദൂറ തങ്ങൾ സ്വഹാബികളല്ലേ? എങ്ങനെയാ സ്വഹാബി ആയത്? അബൂ മഹദൂറ തങ്ങള് ഒരു മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേതൃത്വത്തിലുള്ള ഒരാളായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയത്ത് അതാ അടുത്തുനിന്ന് വാങ്ങു കൊടുത്തപ്പോൾ സഹാബത്തിങ്ങളൊക്കെ മിണ്ടാതിരുന്നു. അപ്പോഴതാ അപ്പുറത്തെ സ്ഥലത്തുനിന്ന് ഒരു ബഹളം, വല്ലാത്ത ഒച്ചപ്പാട് കേൾക്കുന്നു. ഒച്ചപ്പാട് കേട്ടപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങൾ വാങ്ങു കൊടുത്തതിനു ശേഷം ആരാണ് ആ ഒച്ചപ്പാട് ഉണ്ടാക്കിയത് നോക്കി. നേതൃത്വത്തിലുള്ള അബൂ മഹദൂറ തങ്ങളപ്പോ അബൂ മഹദൂറയാണെന്ന് നേരെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അബൂ മഹദൂറയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അബൂ മഹദൂറയോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ മഹദൂറ പറഞ്ഞു, എനിക്ക് ബാങ്ക് കൊടുക്കാനൊന്നും എനിക്കറിയൂല, എന്നാ ഞാൻ പറയുന്നത് പോലെ പറയൂ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ അബൂ മഹദൂറെ കൊണ്ട് പറയിപ്പിച്ചു. അബൂ മഹദൂറ പറയാണ്, എന്നാ വിളിക്കുന്ന സമയത്ത് അബ്ഗളുന്നാസി അബ്ഗളു ഖൽഖില്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആൾ ഈ സൃഷ്ടികളിൽ വെച്ച് മുഹമ്മദ് നബി തങ്ങളാണ്. പിന്നെയാണ് ഈ കാര്യം പറയുന്നത്. മുത്തുനബി തങ്ങൾ ബാങ്ക് കൊടുക്കാൻ അങ്ങ് ബാങ്ക് കൊടുത്തു. അതുപോലെ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ വന്നിട്ട് അബൂ മഹദൂറ തങ്ങളെ തലയൊന്ന് തടവി. ആ തലയൊന്ന് തടവിയിട്ട് കം അബ്റഅത് വസിബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരിബൻ മിർബഖത്തിൽ ലമമി. ഹബീബായ തങ്ങൾ തലയൊന്നങ്ങ് തടവി. അങ്ങനെ തടവലോട് നെഞ്ഞുങ്ങ് തടവി, അങ്ങ് വയറ് വരെ അങ്ങ് തടവി. ആ തടവലോടുകൂടി അബൂ മഹദൂറയുടെ മനസ്സങ്ങ് മാറി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങളെ കൊണ്ടങ്ങ് വിശ്വസിച്ചു, ഇസ്ലാമിലേക്ക് വന്ന്. എന്നിട്ട് പറയുന്നു, വഅഹബ്ബു അഹബ്ബു ഖൽഖിന്നാസി റസൂലുള്ളാഹ്, എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരായി മാറി? മുത്തുനബി തങ്ങളായി. പക്ഷേ അബൂ മഹദൂർ എന്ത് ചെയ്തു? പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ മുടി ഇങ്ങനെ വലുതായി. അങ്ങനെ ചോദിച്ചല്ല അബൂ മഹദൂറ, മുടി ഇങ്ങനെ നീണ്ടിട്ടില്ല, വെട്ടണ്ടേ? തൊടൂല മോനെ, തൊടൂല. ആ മുടി ഹബീബായ തങ്ങൾ തൊട്ട മുടിയാണ്. ആ മുടി ഹബീബായ തങ്ങൾ തടവിയ മുടിയാണ്. അബൂ മഹദൂറ കൊല്ലങ്ങളോളം ജീവിച്ചു. മുടിയങ്ങൾ വളരാൻ തുടങ്ങി, തൊടാൻ സമ്മതിച്ചില്ല. മഹബത്തിന്റെ പേരിലുള്ള വളർച്ചക്ക് ഹബീബായ തങ്ങൾ തടസ്സം നിന്നില്ല. ഹബീബായ തങ്ങൾ തടസ്സം നിന്നില്ല. അവസാനം വഫാത്തായി. കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. മുടി നീണ്ട് എവിടെയോ എത്തിയിട്ടുണ്ട്. ആ മുടിയോട് കൂടിയിട്ടാണ് അബൂ മഹദൂറ തങ്ങളെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് മറുമാടിയിട്ടുള്ളത്. കാരണം എന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട മുടി അതൊരിക്കലും ഇനി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. മാലിക് ബിൻ അനസ് തങ്ങളെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു യുദ്ധത്തിലതാ ശരീരത്തിലേക്കൊരു മുറിവ് പറ്റുന്നു. ആ മുറിവിൽ നിന്നും ചെറിയ രക്തമങ്ങ് പൊടിയുന്നു. മാലിക് ബിൻ അനസാണ് തങ്ങളാണ് അടുത്തുള്ളത്, പലരുമുണ്ട്. പക്ഷേ എങ്ങനെ ഇത് തുടച്ചു മാറ്റും? എല്ലാ സ്വഹാബത്തിങ്ങളും ബേജാറിലാണ്. ആ സമയത്ത് മാലിക് തങ്ങൾ നേരെ വന്നിട്ട് അതങ്ങ് നാവ് കൊണ്ടങ്ങ് തുടച്ച് അതങ്ങ് നക്കിയെടുത്തു. വായിലങ്ങ് വെച്ചപ്പം തുപ്പ് മോനെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാലിക്കിനോട് തുപ്പു. യാ റസൂലല്ലാഹ് ലാ ബുസുക്, എനിക്ക് ഈ വായിലേക്ക് എത്തിയ രക്തം ഇനി തുപ്പാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ.
ചില ആളിൽ ആബുസുഖൂന്നല്ല തുപ്പൂലാന്ന് അങ്ങനെ അർത്ഥമില്ല. അങ്ങനെ മാലിക് തങ്ങൾ പറയൂല, എനിക്ക് തുപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ, ഞാനിത് വലിയ പ്രതീക്ഷയോടുകൂടി എന്റെ വായിലേക്കാക്കിയതാണ്, ഇതെന്റെ വയറ്റിലേക്ക് എത്തിക്കാനുള്ള പ്ലാനാണ്. മാലിക്കേ ഉബ്സുക്, തുപ്പൂ മാലിക്കേ. ലാ ഉബ്സുക് യാ റസൂലല്ലാഹ്. മൂന്നാമതും പറഞ്ഞപ്പോ മാലിക് തങ്ങൾ പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം മുത്തുനബിയേ, ലാ ഉബ്സുക്, എന്നെ കൊണ്ട് കഴിയൂല നബിയേ, അത് തങ്ങൾ എന്നോട് പറയല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നു, സ്വർഗ്ഗത്തിന്റെ ഒരു അഹ്ലികാരനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഒന്നുറിലാ ഹാദർ റജുൽ, മാലിക്കിലേക്ക് നോക്കിക്കോ. ലാ ശബഉ യാ മാലിക്, ഇനി ആ വയറ്റിലേക്ക് ആ രക്തത്തിന്റെ തുള്ളികൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വയറ്റിൽ ഇനി വിശപ്പുണ്ടാകൂല മാലിക്. ഹബീബായ തങ്ങളെ രക്തം അതങ്ങിറക്കിയ മാലിക് തങ്ങൾ പറയുന്നു, പിന്നെ എനിക്ക് വിശപ്പ് അനുഭവിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് വിഷയം നോക്കിയാലും അല്ലാഹു തആല ബഹുമാനിച്ച ബഹുമാനത്തിന് കയ്യും കണക്കുമില്ല. എന്തിൽ നോക്കിയാലും അത് കിടക്കുന്നു ഹബീബായ തങ്ങൾ. ഏത് നോക്കി നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വലിയൊരു കള്ളപ്രവാചകൻ എന്ന പേരിൽ വന്നില്ലേ ഒരുത്തൻ? അദ്ദേഹത്തിനോട് ചെന്ന് വാഗ്വാദം നടത്താൻ വേണ്ടി പോയി ഉമാറാ തങ്ങൾ പറയുന്നു, നേരെ ചെന്നിട്ട് വാഗ്വാദം നടത്തി. എന്നിട്ട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. അശദ്ദ അഫ്ളലു ഖൽഖില്ലാഹ് വഅജല്ലു ഖൽഖില്ലാഹ് വഖൈറു ഖൽഖില്ലാഹ് എന്നും പറഞ്ഞ് ഹബീബായ തങ്ങളെ മദ്ഹ് പറയാൻ തുടങ്ങി. ആരെ മുന്നിൽ? മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുന്നിൽ. മുസൈലിമത്തുൽ കദ്ദാബ് ഇങ്ങ് പിടിച്ചു ആക്രമിക്കാൻ തുടങ്ങി. കഷ്ണം കഷ്ണമാക്കി അങ്ങ് കൊന്നുകളഞ്ഞു. ഉമ്മാനോട് വന്ന് പറഞ്ഞു, ഉമ്മാ, നിങ്ങളെ മോനെ ഹബീബായ തങ്ങളെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ മുസൈലിമത്തുൽ കദ്ദാബ് കഷ്ണം കഷ്ണമാക്കി കൊന്നുകളഞ്ഞു കേട്ടോ. ഉമ്മ ഇതങ്ങ് കേൾക്കുമ്പോഴേ ഞാൻ എൻ്റെ മോനെ പോറ്റിയത് ഇതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഇതുപോലത്തെ മക്കളെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. മർഹബൻ ലിൽബിനി ഷഹീദ്, ഷഹീദായ എൻ്റെ മോനിക്ക് സ്വാഗതം. ഇതൊരു ഉമ്മാന്റെ ഈമാനാ ഞാൻ പറയുന്നത്. ഏത് സ്ഥലത്ത് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും അവിടുത്തെ മഹബ്ബത്തും കൊണ്ടല്ലാതെ ഒരാളും ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല. ഏതാണോ നിങ്ങൾ നോക്കുന്നത്? ഞാനതിന്റെ ഉദാഹരണത്തിന് ചെറുത് ഓർമ്മയുള്ളത് പറഞ്ഞതാണ്. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ എല്ലാ സഹാബികളുടെ ചരിത്രം കിടക്കുന്നത് അവിടെയാണ്. ഉമർ ഖത്താബ് തങ്ങളെ ചരിത്രത്തിൽ കേട്ടില്ലേ നിങ്ങൾ? രാത്രിയുടെ യാമങ്ങളിൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇങ്ങനെ മദീനയുടെ തെരുവോരങ്ങളിലൂടെ നടക്കും, ഉൾഗ്രാമങ്ങളിലൂടെ നടക്കും, വീട് വഴിയിലൂടെ നടക്കും. എന്തിനാ നടക്കുന്നത്? ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടോ അതൊന്ന് കാണാൻ, അതൊന്ന് നേരിട്ടറിയാൻ. അങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസത്തെ രഹസ്യമായി രാത്രിയുടെ യാമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് തീർത്തു കൊടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഖലീഫയാണ് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. അത് സമയത്ത് ഇങ്ങനെ നടക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഓർഡറാണ് ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് അണക്കണമെന്നുള്ളത്, വിളക്ക് കെടുത്തണം എന്നുള്ളത്. അങ്ങനെ മദീനയുടെ പ്രദേശത്ത് നോക്കിയാൽ എവിടെയും ലൈറ്റ് കാണൂല. ഉമർ ഖത്താബ് തങ്ങൾ ലൈറ്റ് എന്നുള്ളത് അന്നത്തെ കാലത്തുള്ള ബൾബോ അല്ല, അന്നത്തെ കാലത്തുള്ള ആ വിളക്ക് എന്താണോ അത്, ആ വിളക്ക് എവിടെയും കാണൂല. നോക്കുമ്പോൾ അതാ കുറച്ച് ദൂരെ ഒരു വിളക്കിന്റെ ഒരു ചെറിയൊരു പ്രകാശം കാണുന്നു. ഉമർ ഖത്താബ് തങ്ങൾ മെല്ലെ ആ ഭാഗത്തേക്ക് നോക്കുക. മെല്ലെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രകാശമുണ്ട്. ആരാണ് ഈ സമയത്ത്? കാരണം ഒന്നിരിക്കൽ വല്ല പ്രയാസവും അനുഭവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേദന കൊണ്ടോ മറ്റോ വിഷമിച്ച് രോഗികളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒന്നില്ലാതെ ഈ സമയത്ത് അങ്ങനെ ഒരു പ്രകാശം, ഒരു വിളക്ക് കത്താൻ സാധ്യതയില്ല. ഉമർ ഖത്താബ് തങ്ങൾ ആ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമറുല്ലാഹിന് പിന്നെ മെല്ലെ മെല്ലെ പതുങ്ങി പതുങ്ങി ചെന്ന് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അല്ലാ അല്ലാ മൗലിദ് ഓതുക. നോക്കിയപ്പോൾ അതാക്കുന്നു, അല്ലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാർ
صلى عليك المصطفون الأخيار قد كنت قوى من بكي الأصحار يا ليت شعري والمنايا أطوار. ഒരു പ്രായമുള്ള ഉമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടുന്ന ബൈത്തിലൂടെ മദ്ഹ് ഇങ്ങനെ പാടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. നേരെ ഉമർ ഖത്താബ് തങ്ങൾ ചെന്നിട്ട് കഥകിനങ്ങ് മുട്ടി, ഇഫ്തഹി ബാബകി യാ ഉമ്മീ, കഥകൊന്ന് തുറക്കൂ ഉമ്മാ. ഉമ്മ അങ്ങ് ഞെട്ടിപ്പോയി. പാതിരാ സമയത്ത് ആരാണ് ഈ കഥകിന് മുട്ടുന്നത്? ആരാണ് ഈ കഥകിന് മുട്ടുന്നത്? മൻ, ആരാണ്? അന ഖലീഫത്തുല്ലാഹ് വ ഖലീഫത്തു റസൂലില്ലാഹ് ഉമർ ബിൻ ഖത്താബ്. ഉമർ ഖത്താബ് തങ്ങളാണ് ഞാനെന്നങ്ങ് പറയുമ്പോ ഉമ്മാന്റെ പേടി ചില്ലറയല്ല. പടച്ചോനെ, നമ്മുടെ രാജ്യത്തിന്റെ ഖലീഫയാണോ എൻ്റെ വാതിൽ പടിക്കൽ വന്നത്? ഈ പാതിരാ സമയത്ത് മുട്ടിയത് ഞാനാണെങ്കിലോ ഇപ്പം മദ്ഹാണ് പാടിയത്, ഹബീബായ തങ്ങളെ മദ്ഹാണ് പാടിയിട്ടുള്ളത്. ഈ മദ്ഹ് ഉമർ ഖത്താബ് തങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഉമർ ഖത്താബിന്റെ സ്വഭാവം നമുക്കറിയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമതങ്ങ് വെട്ടി നുറുക്കലാ, ഒന്ന് പറഞ്ഞ് രണ്ടാമതങ്ങ് തീരുമാനിക്കലാ. കാരണം ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ ഫർഖാക്കാൻ ഒരു മടിയുമില്ലാത്ത നേതൃത്വമാ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഉമ്മ വാതിൽ തുറന്നില്ല, ഉമ്മ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെയും മുട്ടി, ഇഫ്തഹി ബാബകി യാ ഉമ്മീ, വാതിലൊന്ന് തുറക്കൂ ഉമ്മ. തുറന്നില്ല. ഉമർ ഖത്താബ് തങ്ങൾ രണ്ട് മൂന്നാമത്തെ വാക്ക് ഇഫ്തഹി ബാബക് റഹിമക്കില്ലാഹ്. അറബി വചനം അറിയുന്നവർ, അറബി സംസാരം അറിയുന്നവർക്കറിയാം, റഹിമക്കില്ല എന്നൊരു വാക്ക് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ സ്നേഹത്തോടെ വാതിൽ തുറക്കാനാണ് പറയുന്നത്. അപ്പോൾ റഹിമക്കില്ല, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ, നിങ്ങളുടെ വാതിലൊന്ന് തുറക്കൂമ്മ. ഇതങ്ങ് കേട്ട സമയത്ത് പാതിരാ സമയത്ത് കഥകങ്ങ് തുറന്നു. തുറന്നപ്പോൾ ഉമർ ഖത്താബ് തങ്ങളുടെ ശൂരതയും ആ ഒരു ഗംഭീരതയും അവിടെ കാണിച്ചില്ല. താഴ്മയോടെ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, യാ ഉമ്മീ റദ്ദി അലയ്യ കലിമാത്തില്ലത്തി കുന്തി അനിഫാ. ഇപ്പോൾ അങ്ങ് പാടിയ പാട്ടില്ലേ, ഇപ്പോൾ അവിടുന്ന് ചൊല്ലിയ മദ്ഹില്ലേ, ഇപ്പോൾ അവിടുന്ന് പാടിയ മദ്ഹ് റസൂലില്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അതൊന്ന് പാടിത്തരുമോ? ഉമ്മാക്കങ്ങ് സന്തോഷമായി. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൂനൽ ആഖിയാർ ഖദ് കുന്ത ഖവ്വാ മൻ ബുകിയൽ ആസിഹാർ യാ ലൈത ശഅരി വൽ മനായാ അത്വാർ. ഇരങ്ങ് പാടിയതിന് ശേഷം ആ മദ്ഹു റസൂലില്ലാഹ് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് അങ്ങ് പ്രകടിപ്പിച്ചിട്ട് പിന്നെ ഉമ്മ ചെയ്ത പണി എന്താണെന്നറിയുമോ? അൽ തജ്മഈനി വൽ ഹബീബി യദ്ദാർ. ആ മൗലിദിന് ശേഷം മദ്ഹിന് ശേഷം ഒരു ദുആയാണ്, റബ്ബേ മുത്തായ മുത്ത് നബി തങ്ങളുടെ മദ്ഹ് ഞാൻ പാടിയിട്ട് ഞാൻ ചോദിക്കുന്നു, ഹൽ തജ്മഈനി, എന്നെ ഒന്ന് ഒരുമിച്ച് കൂട്ടുമോ? എന്നെ ഒന്ന് ഒരുമിച്ച് കൂട്ടു റബ്ബേ. വൽ ഹബീബി, ഞാൻ ഈ സ്നേഹിക്കുന്ന മദ്ഹ് പാടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അദ്ദാർ, റബ്ബാകുന്ന നിന്നെ കാണുന്ന സ്വർഗത്തില്, ഹബീബായ തങ്ങൾ വസിക്കുന്ന സ്വർഗത്തില്, നേതൃത്വം മുഴുവനും കിടക്കുന്ന സ്വർഗത്തില് എന്നെ ഒന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇത് ഉമർ ഖത്താബ് തങ്ങൾ കേട്ടപ്പോ സഹിച്ചില്ല. യാ ഉമ്മീ, നിങ്ങളെ മാത്രം ഒരുമിച്ച് കൂട്ടിയാൽ പോരാ, മുത്തുനബി തങ്ങളെ മദ്ഹിന് ശേഷമുള്ള ദുആ അത് മുസ്തജാബു ദഅവത്താണ്, ഇസ്തിജാബത്തുള്ള ദുആയാണ്. അതുകൊണ്ട് സാധുവായ ഉമറിനെയും ആ കൂട്ടത്തിൽ ഒന്ന് പെടുത്തണേ ഉമ്മ. ബിദഅത്ത് വൽ ഹിദായ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാ. സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു, ഉമ്മ മൗലിദിന് ശേഷമുള്ള ദുആയിൽ എന്നെ ഒന്ന് പെടുത്തുമോ ഉമ്മ? ഉമ്മ അതേ ബൈത്തങ്ങ് പൂർത്തിയാക്കുന്നു. ഹൽ തജ്മഈനി
المعين والحبيب الدار وعمر فاغفر له يا غفار എന്നെ ഒരുമിച്ച് കൂട്ടണം മുത്തുനബി തങ്ങളുടെ കൂടെ പോരാ ഹബീബായ തങ്ങളുടെ ഖലീഫയാകുന്ന ഉമർ ഖത്താബ് തങ്ങളെയും ഞാൻ ഒന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് നോക്ക് നിങ്ങൾ ഉമർ ഖത്താബ് തങ്ങൾ ആമീൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സന്തോഷത്തോടെ അവിടുന്ന് പിരിഞ്ഞു ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിങ്ങൾക്കിടയിൽ നടന്ന മൗലിദിന്റെ റൂട്ടാണ് പറയുന്നത് നാബിഗ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയില്ലേ ഒരു സ്വഹാബി വനിത മുത്തുനബി തങ്ങളെ മദഹ് ഇങ്ങനെ പാടലാ 36 ജോലി 36 മുത്തുനബി തങ്ങളെ പറ്റി ഇങ്ങനെ പാടും അറബികളല്ലേ അവർക്ക് അറബി ഇങ്ങനെ പാടാലോ ഒരു ദിവസം മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു മദഹിന്റെ ഈരടി കേൾക്കുന്നു ഒരു പെണ്ണിന്റെ ശബ്ദം ആരാണ് ആ പാടുന്നത് നാബിഗയാണ് പാടുന്നത് ഹബീബായ തങ്ങളെ മദ്ഹാ പാടുന്നത് യാ നാബിഗ അജത്തിയ നാബിക വളരെ നന്നായിട്ടുണ്ട് നാബിക മുത്തുനബി തങ്ങളെ സർട്ടിഫിക്കറ്റല്ലേ കിട്ടിയത് നാബിക വീണ്ടും പാടാൻ തുടങ്ങി മുത്തുനബി തങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ചപ്പോൾ യാ നാബിക ലാ യഫ്ളുലു ഫൂകി യാ നാബിക മധു പറഞ്ഞ വാഴയിലുള്ള പല്ല് അത് കൊഴിഞ്ഞു പോകൂല നാബിക നേരത്തെ മാലിക് തങ്ങൾ രക്തമങ്ങ് വയറ്റിലേക്ക് എത്തിയപ്പോ സ്വർഗത്തിന്റെ അഹിലുകാരനാണ് പ്രഖ്യാപിച്ചു മുത്തുനബി തങ്ങൾ ആ വാരനി വിശക്കൂലെന്ന് പ്രഖ്യാപിച്ച് നാബിക പാട്ട് പാടിയപ്പോൾ മധു പാടിയപ്പോൾ ആ വായിലുള്ള പല്ല് അത് കൊഴിഞ്ഞു പോകൂല നാബിക ചരിത്രം പറയുന്നു 100 ചില്ലാനം വയസ്സ് 120ഓളം വയസ്സ് എന്ന് പറയുന്നു നാബിക ജീവിച്ചു വഫാത്താകുന്ന സമയത്തും ആ വായിലുള്ള പല്ല് പോലെ നിലനിന്നിരുന്നു നോക്ക് നിങ്ങൾ എല്ലാ മഹാന്മാരുടെയും ചരിത്രം നോക്കിയാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലും മഹബ്ബത്തിലുമായിട്ടല്ലാതെ ഒരാളും ഒരു സ്ഥാനവും നേടിയിട്ടില്ല എവിടെ ചെന്നാലും അതല്ലാതെ പറയാനും ഒരാൾക്കുമില്ല നിങ്ങൾ നോക്കി നമ്മളെ മുന്നിലേക്ക് വരുന്ന മാസമേതാ ഓസുല്ലാലമിന്റെ മാസമല്ലേ ഓസുല്ലാലമിന്റെ പവർ എവിടെയാ കിടക്കുന്നത് കറാമത്ത് കാണിച്ചതാണോ പവർ കറാമത്ത് കാണിക്കലാണോ ഓർ പറഞ്ഞത് ബഗ്ദാദിലുള്ള ഖാൻഗായിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദർസ് നടത്തിയിരുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് 400 ചില്ലാനും വരുന്ന 400ഓളം വരുന്ന ഔലിയാക്കന്മാർക്ക് ദർസ് നടത്തിയിരുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് ഓരോ ദർസിന് ശേഷവും അവിടുത്തെ ഉപദേശങ്ങളും അവിടുത്തെ വിജ്ഞാനങ്ങളും അവിടുത്തെ ഇൽമിന്റെ വലിയ വലിയ ആയങ്ങൾ കേട്ടുകൊണ്ട് ആ കേൾക്കുന്ന കേൾവിയിൽ അള്ളാഹുവിന്റെ അജായിബുകളെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും പറഞ്ഞ് ആഖിറത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വഅദ് പറഞ്ഞപ്പോൾ സാസിലിരുന്ന ഒരുപാട് ഔലിയാക്കന്മാർ ആഖിറത്തിന്റെ ഗാംഭീര്യതയും നരകത്തിന്റെ ശിക്ഷയും പറഞ്ഞത് കേട്ടിട്ട് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരിച്ചിരുന്ന സമയം ഓരോ ക്ലാസ് കഴിയുന്ന സമയത്ത് 2, 3, 4, 5, 10, 20 ആള് വരെ വഫാത്തായിരുന്ന സമയം ക്ലാസുകളിൽ കേട്ടുകൊണ്ടുണ്ടായിരുന്നു പിന്നെ ആ ക്ലാസ് കഴിയുന്ന സമയത്ത് ഈ വഫാത്തായാലും പോയി മറമാടലായിരുന്നു അങ്ങനെ കേസെടുത്തിരുന്ന ബഹുമാനപ്പെട്ട ഔസുല്ലാലം തങ്ങൾ പാപ്പ ഒരു സമയത്ത് അവിടുത്തെ മിമ്പറിൽ നിന്നും അതാ വായുവിലേക്ക് അങ്ങ് വായുമണ്ഡലത്തിലേക്ക് അങ്ങ് ഉയർന്നിട്ട് ഇങ്ങനെ വായുവിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ മൂപ്പര് അനഫി ഹളറത്തി തഖരീബി വഹദി യുസർരിഫുനി വഹസ്ബി ദുൽ ജലാലി അനൽ ബാദിയു അശ്ഹബു കുല്ല ശൈഖിൻ വമൻ ദാ ഫിർ റിജാൽ ഉതി മിസാലി മുരിദി لا تخف مريدي لا تخف واش فإني عزم قاتل عند القتال مريدي لا تخف الله ربي عطاني رفعة نلت المنالي مراديا മുറാദി ശൈഖ് എനിക്ക് അല്ലാഹു തആല തന്ന പവർ ചില്ലറയാണോ എന്നെ അല്ലാഹു തആല ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എന്നെ പോലത്തെ ഒരാൾ അല്ലാഹു പടച്ചിട്ടില്ല എന്നെ പോലെ സ്ഥാനം കിട്ടിയ ഒരാളില്ല ഇതൊക്കെ പച്ചയായി പ്രഖ്യാപിച്ചില്ലേ ബഹുമാനപ്പെട്ടവർ പക്ഷേ അതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് മൂപ്പർ പറഞ്ഞ വാക്കെന്താ വഅബ്ദുൽ ഖാദിറിൽ മശ്ഹൂറു ഹിസ്മി നോക്കണം നിങ്ങൾ ഇന്നും ബഗ്ദാദിൽ ചെന്നാൽ അവിടുത്തെ റൗള ശരീഫിൽ മഖ്ബറയിലേക്ക് കയറുന്ന സമയത്ത് ഒരു വലിയൊരു പടിയുണ്ട്
ആ വാതിലിന്റെ മുകളിൽ അതാ സ്വർണ്ണ ലിപിയിൽ എന്ന രീതിയിൽ അതാ നല്ല മൊഞ്ചിൽ അത് കൊത്തിവെച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദിറിൽ മശ്ഹൂറു ഇസ്മി വജദ്ദി സാഹിബുൽ ഐനിൽ കമാലി. ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എന്റെ മദ്ഹ് ഞാൻ പറയുന്നത് എന്താണ്? അല്ലാഹു തആല എനിക്ക് തന്ന ഏറ്റവും വലിയ സ്ഥാനം, തൗഫീഖ്, എന്റെ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഉപ്പാപ്പയായി. ആ പവറല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഞാൻ പറയാനില്ല. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? എല്ലാ സ്ഥാനവും പറഞ്ഞു. ആരുണ്ട് അതെന്റെ മഖാമീനെ എത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലൂവിനെന്നോവർ. എന്റെ സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടോ? ഔലിയാക്കന്മാരെ മുഴുവൻ വെല്ലുവിളിച്ച് ചോദിച്ചില്ലേ? പറയൂ, നിങ്ങൾ പറയൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലരുളാലെ എന്റെ കാലെന്നോവർ. അപ്പോൾ ഭൂമിയിലെ ശൈഖന്മാരെല്ലാരും അവർക്ക് താല താത്തി ചാച്ചി കൊടുത്തോവർ. എല്ലാ സ്ഥാനവും പറഞ്ഞു. ഓർ പറയുന്നു ഈ സ്ഥാനം മുഴുവനും എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? മഹബ്ബത്ത് റസൂലില്ലാഹ്. തഫ്രീൽ ഖാത്തിറിൽ കാണാം, തഫ്രീൽ ഖാത്തിറിൽ കാണാം ഈ മഖാമുകളുടെ മുഴുവനും സിർ എന്താണ്? ഈ സ്ഥാനം മുഴുവൻ എനിക്ക് കിട്ടിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ബദരീങ്ങൾ അടങ്ങുന്ന മുത്തുനബി തങ്ങളെ, ബദരീങ്ങൾ അടങ്ങുന്ന സ്വഹാബത്തിങ്ങളെ, അതേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അമ്മഹബ്ബത്തിലൂടെ അല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഒരു അസഹിതമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒരു ഭാഗമെന്നോണം നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയൊരു കബൂലിയത്തിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. സമയം എൻ്റെ അവസാനിക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് അസ്മാഉൽ ബദരി ചൊല്ലി ദുആ ചെയ്യേണ്ടത്. എന്ത് വിഷയത്തിനും ബദരീങ്ങളെ പിടിച്ചാൽ മതി എന്നുള്ളതിന് നമുക്കിവിടെ ഒരുപാട് തെളിവുണ്ട്. ഈ സ്ഥാപനം നമുക്ക് വലിയൊരു തെളിവാണ്. കാരണം തങ്ങളുപ്പാപ്പയുമായി 25 കൊല്ലം മുന്നേയുള്ള പരിചയമാണ്. 1-2 കൊല്ലം മുന്നേ അല്ല, കൂടെ പഠിച്ചതാണ്, കൂടെ ഒന്നായി കിടന്നുറങ്ങിയതാണ്, ഒരു റൂമിൽ ജീവിച്ചതാണ്. അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധമാണ്. ആ തുടങ്ങിയ ബന്ധത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തില് അവിടുന്ന് ഒരു ക്രമക്കേട് കാട്ടുന്ന രീതിയിൽ, അവിടുന്ന് ഒരു ജീവിതത്തിന്റെ ഘടന തെറ്റിയിട്ടൊരു റൂട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആ സയ്യിദിനെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഒന്ന് മുറുക്കി പിടിച്ചാൽ ഒരുത്തനെ പിടിക്കുമ്പോൾ കരുത്തനെ പിടിക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ? അതൊരാള് ബദരീങ്ങളെ പിടിച്ചാൽ പിന്നെ പറയണം. 22 കൊല്ലം പൂർത്തിയാവുകയാണ് ഈ അസ്മാഉൽ ബദർ. 22 കൊല്ലത്തിനിടക്ക് ഈ ഞായറാഴ്ചകളിൽ നടക്കുന്ന ബദർ ഒരു സ്ഥലത്തൊന്നും മുടങ്ങിയിട്ടില്ല. ബദരീങ്ങൾ ഹളറത്തിൽ ചെന്നൊരു ഞായറാഴ്ച ബദർ നടത്തിയത് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. ഏത് മേഖലയിൽ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും ഞായറാഴ്ചയാണോ അസ്മാഉൽ ബദർ ചൊല്ലും. അതൊരു ജീവിതത്തിന്റെ മുറുകി പിടിച്ചൊരു രൂപമാ, അതിന്റെ അടയാളമാകാം. നിങ്ങൾ നോക്ക്, ഈ സ്ഥാപനത്തിന്റെ ഒരു സ്പീഡപ്പ്, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഒരു സൗന്ദര്യം, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഒരു ക്ലാരിറ്റിയും ഒരു ക്വാളിറ്റിയും ചില്ലറയാണോ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ എത്ര മീറ്റിംഗ് കൂടണം, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ എത്ര കമ്മിറ്റി ഉണ്ടാക്കണം, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ എത്ര കഠിനാധ്വാനം ചെയ്യണം? ആരുണ്ട് ഇവിടെ കഠിനാധ്വാനം ചെയ്തത്? ആരുണ്ട് ഇവിടെ വേർപൊഴിച്ചത്? ഒന്ന് മാത്രമേ പറയാനുള്ളൂ, തവസ്സുൽ അസ്മാഉൽ ബദർ. അസ്മാഉൽ ബദരീങ്ങളെ തവസ്സുൽ ചെയ്യുന്നു, ബദരീങ്ങളെ തവസ്സുൽ ചെയ്യുന്നു, അവരോട് നമ്മൾ കാര്യം പറയുന്നു, അവരിലൂടെ നമുക്ക് മുഴുവനും ലഭിക്കുന്നു. അതാണ് ഈ സ്ഥാപനത്തിന്റെ സൗന്ദര്യം കാണുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഇതിലൊരു അംഗത്വം കിട്ടുക എന്നുള്ളത്, ബദരീങ്ങളുമായുള്ളൊരു ബന്ധം, ഔലിയാക്കന്മാരുമായുള്ള ബന്ധം, സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം, അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കുന്ന ബന്ധമാണ്. അത് അവിടത്തേക്ക് എത്തിക്കുന്ന ബന്ധമാണ്. അല്ലാതെ ഈ ബന്ധം ഒരു സാധാരണ റൂട്ടില് ദുനിയാവിൽ എന്തെങ്കിലും നേടി, സ്ഥാനങ്ങൾ നേടി, അല്ലെങ്കിൽ വല്ലതും നേടി അതിന്റെ ലാഭം കൊയ്ത് ആസ്വദിക്കാനുള്ള ബന്ധമല്ല. ഇത് അവസാനം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, അവസാനം ഈമാനോടെ മരിക്കണം. അസ്മദരീങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു പരിസരത്തുണ്ടെങ്കിൽ
ആ പരിസരത്ത് ഇബ്ലീസ് അടുക്കൂല. ഫഅലമു ഉമ്മത സയ്യിദനാ മുഹമ്മദ്. നോക്ക് നിങ്ങള്, ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ മതി. എന്തിനാ ബദരീങ്ങൾപ്പെട്ട്? ബദരീങ്ങൾ തേടി ജീവിച്ച ഓസുല്ലാ നമ്മ പരിസരത്തുണ്ട്. അവിടെ ആര് വരൂല? ഇബ്ലീസ് വരൂല. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാല് ഇബ്ലീസ് ചാച്ചിക്കടത്തി അയച്ചോവർന്നുള്ള എന്റെ വിശദീകരണത്തിൽ കാണാം. 360ഓളം വരുന്ന പടുകൂറ്റൻ മഹാന്മാരെ അവരുടെ ചിന്തകളെ ചെറിയ തോതിൽ തെറ്റിക്കാൻ കഴിഞ്ഞ ഒരു ഇബ്ലീസായിരുന്നു പേപ്പിക്കാൻ വന്നത്. 300 ചില്ലാനം വരുന്ന ഔലിയാക്കന്മാരുടെ ചിന്തകളെ ചെറിയ തോതിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കം വരുത്തിക്കാൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നേടിയ ഒരു ഭയങ്കര തലതൊട്ടപ്പൻ ഇബ്ലീസായിരുന്നു ആ വന്നത്. ഓസുല്ലാലമിന്റെ അടുത്ത് നടന്നില്ല. ജിന്നിന്റെ കോലത്തിൽ, പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ. ബഹുമാനപ്പെട്ടവർ ഏത് കോലത്തിലും ഏതിനെയും കണ്ടാൽ വേർതിരിച്ചറിയുന്ന മഖാമിലേക്ക് എത്തിയത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരാളുണ്ടായാൽ മതി, നമ്മളെ മരണസമയത്ത് ഹുദൂർ ഉണ്ടായാൽ മതി. അവിടെ ആര് വരൂല? ഇബ്ലീസ് വരൂല. ഞാൻ പറയട്ടെ, ഇബ്ലീസ് വരാതിരിക്കാൻ, ഇബ്ലീസിനെ തടയാൻ നമ്മൾ സ്വലാത്ത് കൊണ്ട് കഴിയും കേട്ടോ. ഒരു ബശായുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഒരു സ്വലാത്തുണ്ട്. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ഞാൻ അറിയൂല. ഇവിടെ അത് വിതരണം ചെയ്തത് നമ്മുടെ റഈസുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. ബശായുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന് ഒരു പവർ ഉണ്ട്. അത് ഒരു ദിവസം ഒരു വട്ടം ചെല്ലിയാൽ മതി. അവൻ ആ സ്വലാത്ത് ചെല്ലുന്നവനിക്കുള്ള ഓഫർ അത് ഓസുല്ലാൽ തങ്ങൾ പാപ ഉണ്ടാക്കിയ സ്വലാത്താണ്. ആ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് ഓസുല്ലാൽ തങ്ങൾ പാപ്പ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ സ്വലാത്ത് എനിക്ക് ഇൽഹാം കിട്ടി, ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതിനു ശേഷം ഇതിന്റെ പവർ എനിക്കറിയൂല, എനിക്കെന്താ പറയും പവർ അറിയൂല. പക്ഷേ എനിക്കിങ്ങനെ അറിയാത്തതിന് ദുഃഖമില്ല. കാരണം എനിക്കേത് സംശയമുണ്ടെങ്കിലും എനിക്കത് നേരിട്ട് ചോദിക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം എനിക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇപ്പോൾ എഴുതിയതാണ് പറയുന്നത്. എനിക്കത് നേരിട്ട് ബന്ധമുണ്ട്. ഞാനത് മുത്തുനബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അന്ന് രാത്രി എന്റെ ഉപ്പാപ്പയെ കണ്ടു. ഉപ്പാപ്പയെ കണ്ട സമയത്ത് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, അബ്ദുൽ ഖാദിർ, ആ സ്വലാത്ത് ചില്ലറ സ്വലാത്തല്ല. നിങ്ങൾ ആ ചൊല്ലി, നിങ്ങളെ കൊണ്ട് ചൊല്ലിച്ച ആ സ്വലാത്ത് ചില്ലറ സ്വലാത്തല്ല. അത് ചെല്ലുന്ന ദിവസം ഒരു തവണ ചൊല്ലുന്ന ആൾ കേട്ടോ നിങ്ങള്, അത് ദിവസം ചൊല്ലുന്ന ഒരാൾ മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് അടുക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു മലക്കിനെ അല്ലാഹു തആല അവിടെ പറഞ്ഞേക്കും. 4 മലക്കിനെ ആ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞേക്കാതെ അവന്റെ റൂഹ് പിടിക്കുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പവർ പറഞ്ഞു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തു ബശായിറുൽ ഖൈറാത്ത്. ചില്ലറ സ്വലാത്തല്ലാതെ ആ സ്വലാത്ത് 4 മലക്കുകൾ വരുന്നു. ഒരു മലക്ക് ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ വേണ്ടി മാത്രമാണ് ആ മലക്കിന്റെ ഡ്യൂട്ടി. മറ്റൊരു മലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിച്ചിട്ടാണ് അസ്രായേലിനെ കൊണ്ട് റൂഹ് പിടിപ്പിക്കുന്നത്. 3-ാമത്തെ മലക്ക് വെള്ളം കുടിപ്പിച്ചിട്ടാണ് അസ്രായേലിനെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓസുലാലമിനോട് പറഞ്ഞതായി ഓസുലാൽ നമ്മൾ പാപ നമ്മളോട് പറഞ്ഞതാ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണ്. നമുക്കതിന് വേറെ സംശയമില്ല. കിതാബിൽ രേഖപ്പെടുത്തിയതാ ഞാൻ പറയുന്നത്. അതേ 4-ാമത്തെ മലക്ക് ആ മരിക്കുന്ന മനുഷ്യനിക്ക് സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു. നൗമത്തുൽ അറൂസ് എന്ന രീതിയിൽ ആ മനുഷ്യനിക്ക് സന്തോഷപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയിക്കുമെന്ന് എന്നോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആ സ്വലാത്താണ് ബശായിറുൽ ഖൈറാത്ത്. ഖുദു അന്നി ഹാദിഹി സ്വലാ, ഈ സ്വലാത്തിനെ വേണമെങ്കിൽ പിടിച്ചോളി നിങ്ങൾ എന്ന് ഓസുല്ലാലം പറഞ്ഞ സ്വലാത്തുണ്ട്. അങ്ങനെ സ്വലാത്ത് 33 വട്ടം ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തകൂനു ലക റിളാൻ വലിഹഖ്ഹി അദാ എന്ന സ്വലാത്ത് ഒരാൾ ഒരു ദിവസം 313 വട്ടം ചൊല്ലുകയാണെങ്കിൽ അവൻ ഏത് ഖബറിൽ കടന്നാലും ആ ഖബറിൽ നിന്ന് മദീനയിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും എല്ലാ മഹത്തുക്കളിൽ നിന്നും ആ സ്വലാത്തിന്റെ പവർ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ഒരുപാട് സ്വലാത്തിന്റെ പവറുകളുണ്ട്. നമ്മൾ ആ സ്വലാത്തുകളൊക്കെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ മഹബത്ത് വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും ഉയർച്ചയും ഈ ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. നമ്മൾ നോക്ക്, പള്ളിന്റെ കുറ്റിയടിക്കാൻ ഇപ്പൊ അടുത്ത് വന്ന് ഞാൻ പോയതാ അല്ലേ ഉസ്താദിന്റെ കൂടെ. ഉസ്താദ് വരുമ്പോ നമ്മളൊക്കെ കാത്തു നിന്ന് ആ കുറ്റിയടിച്ചതാ. ഇന്ന് വരുന്ന സമയത്ത് ആ പള്ളിയുടെ വളർച്ച നോക്ക് നിങ്ങള്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. സാധാരണ ഇങ്ങനെ ഒന്ന് വളർന്നാൽ ആ മനുഷ്യൻ കണ്ണേറ് കൊണ്ട് സൈഡായി പോകേണ്ടതാണ്. പക്ഷേ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു തൗഫീഖ് ഉള്ളത് കൊണ്ടാകാം
അതാ സന്തോഷത്തോടു കൂടി വീണ്ടും നമ്മുടെ മുന്നിൽ കാണുന്നത്. അല്ലാഹുവേ, ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി അസ്ഹാബുൽ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ഈ മജ്ലിസിന്റെ നിലനിൽപ്പിലായി ഒരുപാട് കാലം ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് ആ തണൽ നീ ഒരുപാട് കാലം വളർത്തി തരണം റഹ്മാനേ. നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തില്, ഞങ്ങളെ ബേച്ചിന്റെ കൂട്ടത്തില് നമുക്ക് ആവേശത്തോടു കൂടി പറയാൻ, ഞങ്ങളുടെ സന്തോഷത്തോടു കൂടി പറയാൻ, ഞങ്ങൾ 2003 ബാച്ചുകാരാണ്. ഇപ്പോൾ സഖാഫികളുടെ കൂട്ടത്തിൽ ഓരോ ബാച്ചിനോരോ പവറുകൾ പറയാറുണ്ട്. ഞങ്ങളുടെ പവറുകളുടെ കൂട്ടത്തിൽ ഒരു പവറാണ് മർക്കസുൽ ബദരിയയുടെ വളർച്ച. ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും ഞങ്ങൾ ആവേശത്തോടെയും ആനന്ദത്തോടെയും സ്നേഹത്തോടു കൂടിയും മറ്റുള്ളവരോട് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഈ ഒരു മജ്ലിസ് ഇത്രയും ഇഖ്ലാസോട് കൂടി നടത്തുന്ന ഒരു മജ്ലിസ് അപൂർവമാണ്. ഇല്ലെന്നല്ല, ഉണ്ടാകാം, ഇഷ്ടംപോലെ ഉണ്ടാകാം. ഇതൊരു അപൂർവമായ ഒരു മജ്ലിസാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. അതിന്റെ ഉപയോഗപ്പെടുത്തൽ ഹബീബായ തങ്ങളിലേക്കുള്ള ഖുർബായി നമുക്കിത് മാറ്റണം. റബ്ബ് തആല അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്ക് എന്നെ കാണും കൂടുതൽ ഒരുപാട് അറിയുന്നവരാണ്. ഇതിന്റെ ഓരോ വളർച്ചയിലും ഇതിന്റെ ഓരോ സഞ്ചാരത്തിലും 25 കൊല്ലത്തിനിടയിൽ ഏത് മേഖലയിലും പല സ്ഥലങ്ങളിലും ഇടപെടാനും പല സ്ഥലങ്ങളിൽ ചർച്ചകൾക്കും പല സ്ഥലങ്ങളിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഗമനങ്ങൾക്കും പല രീതിയിലായി നിന്നിട്ടുള്ള ഒരു ചെറിയൊരു ഖാദിം എന്ന രീതിയിലാണ് നിങ്ങളോട് വിഷയം ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ കൂട്ടായ്മയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റി തരുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറയുന്നു. അല്ലാഹു തആല ഈ മജ്ലിസ് പൂർണ്ണമായി സ്വീകരിച്ച് റബ്ബേ, ഞങ്ങളുടെ വാക്കുകൾ മുഴുവനും ഹബീബായ തങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഹബീബായ തങ്ങളുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടണം. എങ്ങനെ ബന്ധപ്പെടണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് എന്തെല്ലാം സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ വേണം. ഹബീബായ തങ്ങളിലേക്ക് ഞങ്ങൾക്ക് അടുക്കണം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾ അഖ്വാലുകളും അഫ്ആലുകളും ആയി തീരണം. റബ്ബേ, നീ ഞങ്ങളെ തുണക്കണം റഹ്മാനെ. അതിലേക്ക് ഞങ്ങളെ നീ വളർത്തിത്തരണം റഹ്മാനെ. ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സിഹറുകളിൽ പെട്ടവരുണ്ട്. യാ റബ്ബു യാ കരീം, ബദരീങ്ങളെ കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നുമില്ല, ബദരീങ്ങളെ കൊണ്ട് കിട്ടാത്തതൊന്നുമില്ല, ബദരീങ്ങളെ കൊണ്ട് ബാത്തിലാകാത്തതൊന്നുമില്ല. ഞങ്ങൾ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സിഹറുകളെയും നീ ബാത്തിലാക്കണം റഹ്മാനെ. കണ്ണേറുകളെ ബാത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ സദസ്സ് പൂർണ്ണമായി സ്വീകരിച്ച് ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ ചൈതന്യം ഓരോ നാടുകളിലും വളർന്നു വരുന്ന രീതിയിൽ ഇതിനെ നീ വളർത്തിത്തരണം റഹ്മാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.